യുക്രൈൻ പ്രസിഡന്റ് വൊളോദിമീർ സെലൻസ്കിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂയോർക്കിൽ കൂടിക്കാഴ്ച നടത്തി. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് പ്രതിജ്ഞാബദ്ധമെന്ന് ഇരു രാജ്യങ്ങളും പ്രതികരിച്ചു. വീണ്ടും ന്യൂജേഴ്സിയിൽ നിന്ന് ചേരുന്നത് മധു കൊട്ടാരക്കരയാണ്. മധു, ഒരു മാസത്തിനിടെ രണ്ടാമത്തെ കൂടിക്കാഴ്ച. ആദ്യത്തെ കൂടിക്കാഴ്ചയിൽ UN ചാർട്ടറും അതേപോലെ തന്നെ രാജ്യാന്തര നിയമങ്ങളും അനുസരിച്ചുള്ള സഹകരണം ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്നു. ഒപ്പം തന്നെ ചില ആശങ്കകൾ യുക്രൈനുള്ളത് അവർ പണ്ട് പ്രകടിപ്പിച്ചിരുന്നു, ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഒരു അടുപ്പത്തെക്കുറിച്ച്. ഇപ്പോൾ ഈ രണ്ടാം തവണത്തെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം എത്ര മുന്നോട്ട് പോയിട്ടുണ്ട്? ഈ സമാധാനം പുനഃസ്ഥാപിക്കുന്ന കാര്യത്തിൽ ഇന്ത്യ ഒരു മധ്യസ്ഥനാകണമെന്ന ആവശ്യമൊക്കെ ഉണ്ടല്ലോ. ക്രിസ്റ്റീന, US പ്രസിഡന്റ് ജോ ബൈഡനുമായിട്ട് നരേന്ദ്രമോദിയുടെ ചർച്ചയിലും ഈ യുക്രൈനിൽ സന്ദർശിച്ചതും അതുപോലെ റഷ്യയിൽ പോയതും ഒക്കെ ഒരു വിഷയമായിട്ട് അവരേറെ നേരം ചർച്ച ചെയ്തിരുന്നു. ഇന്നിപ്പോൾ UN ജനറൽ അസംബ്ലിയിലെ പ്രസംഗത്തിന് ശേഷമാണ് സെലൻസ്കിയുമായിട്ടുള്ള ഈ ഉഭയകക്ഷി ചർച്ച നടക്കുന്നത്. മോദി പറയുന്നത് ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ ഇന്ത്യ പ്രതിജ്ഞാബദ്ധരാണ്. യുക്രൈനിലെ സംഘർഷം പരിഹരിക്കുന്നതിനും അതുപോലെ അവിടെ സമാധാനവും സ്ഥിരതയും ഒക്കെ പുനഃസ്ഥാപിക്കുന്നതിനും ഇന്ത്യയുടെ പിന്തുണ മോദി ആവർത്തിച്ച് കൊടുത്തിരിക്കുകയാണ് സെലൻസ്കിക്ക്. തന്നെയുമല്ല, ഇന്ന് ജനറൽ അസംബ്ലിയിൽ ഒരുപാട് ലോക നേതാക്കന്മാർ സംസാരിച്ചെങ്കിലും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം തന്നെയായിരുന്നു ഏറെ ശ്രദ്ധേയം. കാര്യം പരോക്ഷമായി യുദ്ധത്തെ പറ്റി തന്നെയായിരുന്നു മോദി സംസാരിച്ചത്. കാര്യം മോദി പറയുന്നത് മനുഷ്യരാശിയുടെ വിജയങ്ങൾ എപ്പോഴും കൂട്ടായ്മയിൽ കൂടിയാണ്, യുദ്ധകളത്തിൽ നിന്നല്ല. അല്പസമയം മുമ്പ് ഈ 3 ദിവസത്തെ സന്ദർശനം പൂർത്തീകരിച്ച് നരേന്ദ്രമോദി ഡൽഹിയിലേക്കുള്ള യാത്രയിലാണ്. ക്രിസ്റ്റിന. ശരി, ന്യൂജേഴ്സിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു മധു കൊട്ടാരക്കര.